Word Magicil ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് how to use what in a sentence. What എന്ന വേർഡ് ഒരു സെന്റൻസിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. What meaning as please repeat. What എന്നതിന് please repeat എന്നൊരു മീനിങ് ഉണ്ട്. അതെങ്ങനെയാണ് ഒരു സെന്റൻസിൽ വരിക എന്ന് നോക്കാം. സാധാരണ നമ്മൾ പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Where are you going? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നീ എവിടേക്കാണ് പോകുന്നത്. സോറി, വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നല്ല അവിടെ അർത്ഥം വരിക. അവിടെ പ്ലീസ് റിപ്പീറ്റ് എന്നാണ്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് കേട്ടില്ല, ദയവായി ആവർത്തിച്ചാലും എന്ന ഇൻഫോർമലായിട്ട്. നമുക്ക് ഇൻഫോർമലും ഫോർമലും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണ ഒരു കോമൺ ടോക്കിൽ വരുന്നത് കൊണ്ട് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്ലീസ് റിപ്പീറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥമുള്ളത്. ഇനി വാട്ട് ആസ് എ പ്രോനൗൺ, ഒരു പ്രോനൗൺ ആയിട്ട് വാട്ട് വരും. അതിൻ്റെ മുമ്പ് എന്താണ് പ്രോനൗൺ എന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളായി നമുക്ക് പ്രോനൗണിനെ കുറിച്ച് വളരെ വിശദമായ വീഡിയോ നമുക്ക് വരാനുണ്ട്. അതിൻ്റെ മുമ്പ് പ്രോനൗൺ എന്ന് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു വേർഡിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലാക്കിയെടുക്കുക. ബാക്കി നമുക്ക് പ്രോനൗണിന്റെ ക്ലാസ്സിൽ വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. വാട്ട് ടു സേ, എന്ത് പറയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ നിങ്ങൾക്ക് വാട്ട് എന്ന് പറയുന്നത് അവിടെ എന്ത് എന്നുള്ള മീനിങ് ആണെങ്കിലും ഇവിടെ ഈ വാട്ട് ഉപയോഗിക്കുന്നത് ഒരു പ്രോനൗണിന്റെ സ്ഥാനത്താണ്. അപ്പോൾ എന്ത് പറയണമെന്നുള്ള എന്ത്, ഏത് വസ്തുവാണ്, ഏത് വിഷയമാണ് ഞാൻ സംസാരിക്കേണ്ടത്, ഈ സന്ദർഭോചിതമായി ഞാൻ എന്താണ് പറയേണ്ടത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടത് എന്നെനിക്കറിയില്ല. അപ്പോൾ ഇത്രയുമുള്ളൊരു ആശയം അവിടെ വാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒരു നൗണിൻ്റെ ഗ്യാപ്പാണ്. അവിടെ നൗണാണ് വരേണ്ടത്. ആ സ്ഥാനത്ത് നമുക്ക് ചിലപ്പോൾ വാട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സെൻറ്റൻസിലെ വാട്ടിൻ്റെ ഉപയോഗമാണ്. നമ്മൾ ഇത് എന്തിനു മനസ്സിലാക്കുന്നു എന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. വാട്ട് എന്ന ഒരു സിമ്പിൾ വാക്ക് പോലും ഇംഗ്ലീഷിൽ പലപ്പോഴും സ്കാറ്റേഡായി വിഭിന്നമായ രീതിയിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് വളരെ ഓരോ സെക്ഷനിലും നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അതിനാണ് ഞാൻ വളരെ വിശദമായാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഓരോ മൈന്യൂട്ട് വിഷയങ്ങളിലും നമ്മൾ മനസ്സിലാക്കി ഇറങ്ങിച്ചെന്നാലേ ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കിയെടുക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് സ്വായത്തമാക്കിയാൽ ഇംഗ്ലീഷ് വളരെ സിമ്പിളായി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. നമ്മൾ സാധാരണ മറിച്ച് ഒരു വാക്ക് ഒരു ഡിക്ഷണറി ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അത് ഇംഗ്ലീഷിൽ എങ്ങനെ, എവിടെ, എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയില്ലെങ്കിൽ ആ നോളജ് കൊണ്ട് നമുക്ക് ഒരർത്ഥവുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നതുപോലെ ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. I'll give you what I have. എൻ്റെ അടുത്തുള്ളത് നിനക്ക് ഞാൻ തരാം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. I'll give you, ഞാൻ നിങ്ങൾക്ക് തരാം. What I have, അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു വസ്തു ഞാൻ നിങ്ങൾക്ക് തരാം എന്ന ഒരു സ്ഥാനത്താണ്. എൻ്റെ അടുത്തുള്ള ഒരു വസ്തു, അതായത് കാശാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, എൻ്റെ അടുത്തുള്ള ആ വസ്തുവിൻ്റെ സ്ഥാനത്താണ് ഇവിടെ വാട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു നോണിൻ്റെ സ്ഥാനത്ത് വാട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു നോണിൻ്റെ സ്ഥാനത്ത് വരുന്നതിനാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വാട്ട് ഒരു നോണിൻ്റെ സ്ഥാനത്താണ് വന്നത്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം. ഇതിലൂടെ നമുക്ക് ഇതിൻ്റെ സ്പോക്കണും നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു വേർഡ് നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇനി അടുത്തൊരു വേർഡാണ് കം വാട്ട് മേ. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും വരട്ടെ, എന്നെ കൊണ്ടാവില്ല, എന്താച്ചാൽ വരട്ടെ, നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കില്ലേ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡാണ് കം വാട്ട് മേ. എന്തെങ്കിലും വരട്ടെ, ഞാൻ പോവില്ല. ശേഷം നമുക്കവിടെ ഫില്ലപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് ഞാൻ അവിടെ പോവില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് നമ്മൾ പറയുന്ന ഇംഗ്ലീഷിൻ്റെ ഫോമാണത് കം വാട്ട് മേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിലൂടെ അതുമായി കമ്പയർ ചെയ്ത് നിങ്ങൾ ഈ ഉദാഹരണം വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ തുടർ വീഡിയോ നമുക്ക് കാണാം. സീ ബൈ.